അല്ല ഞങ്ങൾ ആക്രമിക്കാൻ ഏത് ഇംഗ്ലീഷ് വിദഗ്ധരെ കൊണ്ടും അഭിലാഷ് നോക്കിയിട്ട് സ്റ്റോർ ചെയ്തു. കൃത്യമായിട്ട് ഇത് വിശദീകരിച്ചതാണ്. നുണയാണ്. പാകിസ്ഥാനിലെ തീവ്രവാദ കേന്ദ്രങ്ങൾ തകർത്തതിനു ശേഷം നമ്മളൊരിക്കലും സൈനിക കേന്ദ്രങ്ങൾ നമ്മൾ ടാർഗറ്റ് ചെയ്തിരുന്നില്ല. ജനങ്ങളെ ടാർഗറ്റ് ചെയ്ത് വിദേശകാര്യ മന്ത്രാലയം ഇതുമായി ബന്ധപ്പെട്ട പാർലമെന്റ് അംഗങ്ങളുടെ കോൺഗ്രസിന്റെ MP ശശി തരൂർ നയിക്കുന്ന പാർലമെന്ററി സമിതിയിൽ കോൺഗ്രസിന്റെ മെമ്പറായിട്ടുള്ള ഹരിയാനയിൽ നിന്നുള്ള കോൺഗ്രസിന്റെ അംഗം ദീപേന്ദ്ര ഹൂഡ ഈ ചോദ്യം ചോദിച്ചു. കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാവ് ശശി തരൂർ അധ്യക്ഷനായ പാർലമെന്ററി സമിതിയാണ്. ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം കൃത്യമായി ഈ കാര്യം പറഞ്ഞു. DGMO തല ചർച്ച നടന്നത് എപ്പോഴാണ്? DGMO തല ചർച്ചയിൽ ഞങ്ങൾ പറഞ്ഞ കാര്യം ഇതാണ് എന്ന് വ്യക്തമാക്കി. പിന്നെ അവിടെ എന്തിനാണ് കൺഫ്യൂഷൻ? സംഘപരിവാറിന്റെ നേതാക്കൾ നേരത്തെ അങ്ങനെ പറഞ്ഞില്ലേ, അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ പറയുന്നതാണോ? DGMO തല ചർച്ച നടക്കുന്ന എപ്പോഴാ? അഭിലാഷ് പറ DGMO തല ചർച്ച നടക്കുന്ന എപ്പോഴാ? DGMO തല ചർച്ച സാധാരണ നിലയിൽ എല്ലാ ദിവസവും നടക്കും, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ. താങ്കൾ പറയുന്നത് സീസ് ഫയറുമായി ബന്ധപ്പെട്ട ചർച്ചയാണെങ്കിൽ അത് ശനിയാഴ്ച വൈകുന്നേരം 3:15. DGMO തല ചർച്ച നടക്കുന്നത് സീസ് ഫയറിന് മുമ്പാണ്. ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും DGമാർ തമ്മിലുള്ള ഇന്ററാക്ഷൻ എന്ന് പറയുന്നത് സാധാരണ നടപടിക്രമമാണ്. അഭിലാഷിനെ ഞാൻ വെല്ലുവിളിക്കുന്നു. ജയശങ്കർ സ്റ്റേറ്റ്മെന്റ് പ്ലേ ചെയ്യാവോ? അഭിലാഷ് ജയശങ്കറിന്റെ സ്റ്റേറ്റ്മെന്റ് ഇപ്പൊ പ്ലേ ചെയ്യാവോ? ജയശങ്കറിന്റെ വെല്ലുവിളിക്കുകയാണ്. ജയശങ്കറിന്റെ സ്റ്റേറ്റ്മെന്റ് പ്ലേ ചെയ്യാവോ? ജയശങ്കറിന്റെ ആ സ്റ്റേറ്റ്മെന്റിന്റെ വീഡിയോ എടുക്കാം. ജയശങ്കർ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഇപ്പോൾ പ്രേക്ഷകർക്ക് വേണ്ടി കാണിക്കാമോ? ശരി, ഇപ്പോൾ ഞാനത് എടുത്തു വെച്ചിട്ടില്ല, എടുത്ത് പ്ലേ ചെയ്യാം. ഈ ചർച്ചയിൽ തന്നെ പ്ലേ ചെയ്യാം. ശ്രീ ശ്യാം രാജ് അഭിലാഷ് ചർച്ച നടത്തുന്നത് അതില്ലാതെയാണോ അഭിലാഷ് ജയശങ്കർ പറഞ്ഞത്? ഇതല്ല, ജയശങ്കർ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ കേട്ടിട്ട് തന്നെയാണ് ചർച്ച നടത്തുന്നത്. ചർച്ച നടത്താൻ പറ്റില്ല. എനിക്ക് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രിയെ വിശ്വാസമാണ്, ഇന്ത്യൻ വിദേശകാര്യ വക്താവിനെ വിശ്വാസമാണ്. അതോ ജയശങ്കർ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ജനം കേൾക്കട്ടെ. അതാണല്ലോ ഞാൻ താങ്കളോട് മലയാളത്തിൽ പറഞ്ഞത്. അറ്റ് ദ സ്റ്റാർട്ട് ഓഫ് ദി ഓപ്പറേഷൻ എന്ന് താങ്കളും ഓപ്പറേഷന്റെ തുടക്കത്തിൽ എന്ന് ഞാനും പറഞ്ഞത്. അതിന് പിന്നെ ജയശങ്കറിന്റെ സ്റ്റേറ്റ്മെന്റ് അതിന്റെ വീഡിയോ കോൺഗ്രസ് പാർട്ടി തന്നെ ട്വീറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. ആ വീഡിയോ ശകലമടക്കം ട്വീറ്റ് ചെയ്തുകൊണ്ടാണല്ലോ കോൺഗ്രസ് ആരോപണം ഉന്നയിച്ചത്. എനിക്കതിനൊരു ബോധ്യത പോലുമില്ല, എനിക്ക് അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഓപ്പറേഷന്റെ തുടക്കത്തിൽ എന്ന് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി പറഞ്ഞത് ഇന്ത്യയുടെ സൈനിക രഹസ്യം അല്ലെങ്കിൽ എന്തോ കാര്യം പാകിസ്ഥാന് ചോർത്തിക്കൊടുക്കുകയാണ് എന്ന് പറയുന്നത് പക്വതയില്ലായ്മയാണ്. എങ്ങനെയാണ് ഇന്ത്യ ഭരിച്ച ഒരു പാർട്ടി അങ്ങനെ ഒരു നിലപാടെടുക്കുക എന്നുള്ളതാണ് എന്റെ ചോദ്യം. ആ ചോദ്യത്തിൽ ഒരു വ്യക്തതയും എനിക്കില്ല. ഞാൻ അഭിലാഷിനോട് ചോദിക്കുന്നത് ജയശങ്കറിന്റെ സ്റ്റേറ്റ്മെന്റ് പ്ലേ ചെയ്യാൻ കഴിയുമോ? അഭിലാഷിന് കഴിയും. അത് നിങ്ങൾ വീഡിയോ എടുത്തിട്ട് പ്ലേ ശരി, ആ വീഡിയോ എടുത്ത് പ്ലേ ചെയ്യുമ്പോൾ നമുക്ക് അതേക്കുറിച്ച് വീണ്ടും ചർച്ച ചെയ്യാം. ശ്രീ ശ്യാംരാജ്, ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ അഭിപ്രായം പറയുന്നു. BJP നോക്കൂ, BJP എന്താണ് ഇത്രയും ദിവസം പറഞ്ഞത്? ദേശമാണ്, ദേശീയ താല്പര്യമാണ് ഏറ്റവും വലുത് എന്ന് പ്രഖ്യാപിച്ചിരുന്ന പാർട്ടി ഇന്ന് ഏത് നിലവാരത്തിലേക്കാണ് തരം താഴ്ന്നിരിക്കുന്നത്? ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിനെ പാകിസ്ഥാന്റെ സൈനിക മേധാവിയുടെ മുഖവുമായി ചേർത്ത്, രണ്ടുപേരുടെയും മുഖം ഒരുമിച്ച് ചേർത്ത് ഒരു പോസ്റ്റർ ഏതെങ്കിലും ഒരു BJP-കാരനല്ല, BJP-യുടെ IT സെല്ലിന്റെ തലവൻ എക്സിൽ പോസ്റ്റ് ചെയ്യാണ്. അപ്പോൾ എല്ലാ തരത്തിലുള്ള മര്യാദകളും ലംഘിച്ച് ഇതൊരു കേവല രാഷ്ട്രീയ വിഷയം, രാഷ്ട്രീയമായി കയ്യടി നേടാൻ ബീഹാറിൽ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്, ഇതുപോലെ വോട്ട് തേടാനുള്ള അല്ലെങ്കിൽ ഡൊമസ്റ്റിക് പൊളിറ്റിക്സിനെ അഡ്രസ് ചെയ്യാനുള്ള ഒരു കാര്യം മാത്രമായി ചുരുക്കുക വഴി എന്തൊരു അനീതിയാണ് ഈ രാജ്യത്തോട് ചെയ്യുന്നത്? അഭിലാഷ് പറഞ്ഞ വാക്കുകളിൽ നിന്ന് ഞാൻ തുടങ്ങാം. അഭിലാഷേ, എല്ലാത്തരം രാഷ്ട്രീയ മര്യാദകളും ലംഘിച്ചുകൊണ്ട്, എല്ലാത്തരം ദേശീയ മര്യാദകളും ലംഘിച്ചുകൊണ്ട് ഓപ്പറേഷൻ സിന്ദൂറിന് മുമ്പും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഓപ്പറേഷൻ്റെ സമയത്തും രാഷ്ട്രീയപരമായിട്ടുള്ള പക്വതാപരമല്ലാത്ത വെറും കേവലമായിട്ടുള്ള രാഷ്ട്രീയ ആരോപണങ്ങൾ ബേസ്ലെസ് ആയിട്ട് ചൈനയെയും പാകിസ്ഥാനെയും പിന്തുണയ്ക്കുന്ന രീതിയിൽ പറയുന്ന കോൺഗ്രസ്സാണ്. ഇതിപ്പോൾ തുടങ്ങിയതാണോ അഭിലാഷേ? ഈ ഓപ്പറേഷൻ സിന്ദൂർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് മല്ലികാർജ്ജുൻ ഖാർഗെ എന്താ പറഞ്ഞത്? പാകിസ്ഥാനുമായിട്ടൊരു ഫൈറ്റ് ആവശ്യമില്ലെന്ന്. അതും പാകിസ്ഥാനിലെ മാധ്യമങ്ങൾ മുഴുവൻ ചർച്ച ചെയ്തില്ലേ? അന്ന് ഞങ്ങൾ ഇതിനെതിരെ എന്തെങ്കിലും നിലപാടെടുത്തോ? ഇപ്പോൾ എന്താണ് പ്രശ്നം? ഇപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ പറയേണ്ടി വന്ന ഒരു സന്ദർഭം എന്താണ്? ഈ രാജു പി നായരും അതോടൊപ്പം ഇവരുടെ നേതാവ് പവൻ ഖേരയും അടക്കമുള്ള ആളുകൾ ഇരുന്നിട്ട് നുണ പറയുകയല്ലേ, പച്ച നുണകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. എനിക്ക് ചിലപ്പോൾ കേരളത്തിലിരിക്കുന്ന ഒരാൾക്ക് ഇംഗ്ലീഷ് മനസ്സിലായില്ലെങ്കിൽ അത് എനിക്ക് മനസ്സിലാക്കാം. പക്ഷേ മാധ്യമങ്ങളിൽ സ്ഥിരമായിട്ട് വരുന്ന ഇവരുടെ വക്താവായിട്ടുള്ള പവൻ ഖേരയ്ക്ക് എങ്ങനെയാണ് നീ നുണ പറയാൻ വേണ്ടി സാധിക്കുക? ജയശങ്കർ പറഞ്ഞത് എന്താണ്? അത് ഞാൻ നിങ്ങളെ വായിച്ചേപ്പിക്കാം. നിങ്ങൾക്ക് എൻ്റെ കയ്യിലുണ്ട്, ഞാൻ നിങ്ങളെ രാജു പി നായരെ വായിച്ചേപ്പിക്കാം. വി ഹാഡ് വോൺ പാകിസ്ഥാൻ അറ്റ് ദ സ്റ്റാർട്ട് which is clearly the early phase after Operation Sindoor commencement. എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ സിന്ദൂറിന്റെ സ്റ്റാർട്ട്, തുടക്കം, ഓപ്പറേഷൻ സിന്ദൂറിന്റെ തുടക്കം എവിടെയാ?
പാകിസ്ഥാനിലെ 9 ഭീകര കേന്ദ്രങ്ങൾ തച്ചുടച്ചപ്പോഴാണ് ഓപ്പറേഷൻ സിന്ദൂറിന്റെ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത്. ഒരു കോമൺ സെൻസ് വേണ്ട എൻ്റെ അഭിലാഷ് ഇവർക്ക്. അതും എത്രയോ നാളുകളായിട്ട് വിദേശകാര്യ മന്ത്രാലയത്തിൽ അതോടൊപ്പം തന്നെ വക്താവും മറ്റേ അംബാസഡറൊക്കെ ആയിരുന്ന എസ് ജയശങ്കറെ പോലെ ഉള്ള ഒരാള് വിദേശകാര്യ മന്ത്രിയായിരുന്ന സമയത്ത് അദ്ദേഹം അതും പാകിസ്ഥാനുമായിട്ട് ഫൈറ്റ് നടക്കുന്ന സമയത്ത് പാകിസ്ഥാനെ അത് നേരത്തെ ഇൻഫോം ചെയ്തു എന്നൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഇവർക്ക് എന്ത് ബോധമുള്ളത്? അപ്പൊ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ഓപ്പറേഷന്റെ സ്റ്റാർട്ടിങ്, അതായത് എപ്പോഴാണോ ഈ തീവ്രവാദ കേന്ദ്രങ്ങൾ തച്ചു തകർത്തത് അതിനുശേഷം ഇൻഫോം ചെയ്തു എന്നേ. ഇന്ന് വിദേശകാര്യ സെക്രട്ടറി എന്താണ് പറഞ്ഞത്? അത് തന്നെയല്ലേ പറഞ്ഞേ. വിദേശകാര്യ വകുപ്പിന്റെ പാർലമെന്ററി സമിതിയിൽ ആരൊക്കെയാണുള്ളത്? അല്ല ഞാൻ പറയട്ടെ, വിദേശകാര്യ വകുപ്പിന്റെ പാർലമെന്ററി സമിതിയിൽ ആരൊക്കെയാണുള്ളത്? ഇവരുടെ നേതാവ് തന്നെയായിട്ടുള്ള ശശി തരൂരല്ല അതിന്റെ അധ്യക്ഷൻ, ദീപേന്ദ്ര കൂടെ ഇല്ലേ ഈ കൂട്ടത്തില്? അതോടൊപ്പം തന്നെ കേരളത്തിൽ നിന്നുള്ള ജോൺ ബ്രിട്ടാസ് ഉണ്ടല്ലോ. അവരെന്താണ് പറഞ്ഞത്? അത്തരത്തിൽ മുൻകൂട്ടി അറിയിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഈ കോൺഗ്രസ് പാർട്ടിക്ക് എന്താ ഇത് മനസ്സിലാക്കാൻ വേണ്ടി ബുദ്ധിമുട്ട്? ഇവർക്ക് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ബുദ്ധിമുട്ട്. അപ്പൊ ഇത്തരം പച്ചക്കള്ളങ്ങൾ പറയുന്ന സമയത്ത് ഞങ്ങൾക്ക് തിരിച്ചു പറയേണ്ടി വരുമെന്നേ. അപ്പോൾ ഇതൊരു സാമാന്യമായിട്ടുള്ള ഒരു ബോധത്തിന്റെ ഒരു കാര്യമാണ് ഈ ഒരു സമയത്ത്. പിന്നെ ഇതിനപ്പുറത്തേക്കുള്ള പ്രശ്നം എന്താ? എന്ത് പച്ചക്കള്ളം? അതിനെതിരെ പ്രതികരണം ഉണ്ടാവുന്നേ. പാകിസ്ഥാന്റെ സൈനിക മേധാവിയുടെയും ചിത്രം മോർഫ് ചെയ്തിട്ടോ? അത് എത്ര തവണയാണ്? ആരാണ് പറയുന്നത്? പ്രതിപക്ഷ നേതാവിന്റെ എത്രാമത്തെ ആരോപണമാണ് ബേസ്ലെസ് ആയിട്ടുള്ള? ഈ ഒരു സന്ദർഭം നിങ്ങൾ പറയാം അഭിലാഷേ. ഇത് ഇവർ ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം കേന്ദ്ര സർക്കാരിന് ഇവർ പിന്തുണ പ്രഖ്യാപിച്ചു എന്ന് പറയുന്നു. പക്ഷെ ഓപ്പറേഷൻ സിന്ദൂർ നടന്നുകൊണ്ടേ ഇരിക്കുന്ന ഒരു സന്ദർഭമല്ല ഇപ്പോൾ ഉള്ളത്. വരും ദിവസങ്ങളിൽ 23-ാം തീയതി 32ഓളം രാജ്യങ്ങളിൽ നമ്മളെ MP-മാർ പോവുകയാണ്, 52 പേര് പോവുകയാണ്. അതിലിവർക്ക് എതിർപ്പുണ്ട്. അതിൽ ശശി തരൂരിന്റെ വിഷയത്തിൽ ഇവർക്ക് എതിർപ്പുണ്ട്. ഇനി മറ്റൊന്നും പറയാൻ വേണ്ടി ഇല്ലാത്തപ്പോഴത്തേക്ക് ചൈനയെ പിന്തുണയ്ക്കുന്ന രീതിയിൽ എന്തിനാണ് ഇവർ ഈ റഫേലിന്റെ കാര്യത്തിന് ഇത്തരം ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത്? റഫേലിനെ ഇല്ലാതാക്കിയെന്ന് പാകിസ്ഥാനിന്റെ എയർ ഡിഫൻസ് ഉപയോഗിച്ച് ഇല്ലാതാക്കിയെന്നവർക്ക് വരുത്തി തീർക്കണം. അവിടെയാണ് പ്രശ്നം. ഇത് ചെറിയ കളിയൊന്നുമല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്. റഫേലിനെ പാകിസ്ഥാനിലുള്ള ചൈനയുടെ എയർ ഡിഫൻസ് സിസ്റ്റം ഉപയോഗിച്ചിട്ട് ഇല്ലാതാക്കിയെന്നും അതിലൂടെ ചൈനയുടെ ആയുധ കച്ചവടത്തിന് വരെ പിന്തുണ കിട്ടുന്ന രീതിയിലേക്ക് ഈ കോൺഗ്രസ്സുകാർ സംസാരിക്കുന്ന സമയത്ത് നമുക്ക് എതിർക്കേണ്ടി വരുമെന്നേ. ഇത് മാത്രമാണ് എത്ര നാളായി ഇവർ തുടങ്ങിയിട്ട് ഈ ഓപ്പറേഷൻ. അതാണ് ഞാൻ പറഞ്ഞത്, ഓപ്പറേഷൻ സിന്ദൂറിന്റെ മുൻപും ശേഷവും സർക്കാരിനൊപ്പം നിൽക്കുന്നു എന്ന് ഒരു കടലാസ് ഇറക്കുകയും എന്തിനാണ് KC വേണുഗോപാൽ രാജ്യത്തിനെതിരെ സംസാരിക്കുന്നവർക്കെതിരെ സംഘടനാ നടപടി എടുക്കുമെന്ന് പറയേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? അപ്പൊ ഇതിവർ തുടർന്നുകൊണ്ടേ ഇരിക്കുന്നതാണെന്നേ. ആ തുടർന്നുകൊണ്ടേ ഇരിക്കുന്ന സമയത്ത് ചിലപ്പോൾ പ്രതിഷേധങ്ങൾ ഉണ്ടാവും, ചില മറുപടികൾ പറയേണ്ടി വരും. അപ്പൊ എനിക്ക് കോൺഗ്രസ്സുകാരോട് പറയാൻ വേണ്ടിയിട്ടുള്ളത്, നിങ്ങൾ വ്യാജമായിട്ടുള്ള കള്ളമായിട്ടുള്ള പാകിസ്ഥാനെയും ചൈനയെയും പിന്തുണയ്ക്കുന്ന രീതിയിലുള്ള അവർക്ക് അനുകൂലമാകുന്ന പ്രൊപ്പഗണ്ട പരത്താതിരിക്കുക എന്നുള്ളതാണ് പറയുന്നത്. നമ്മുടെ രാജ്യം ഒറ്റക്കെട്ടാണ് നിൽക്കുകയാണ്. ഓപ്പറേഷൻ സിന്ദൂർ ശരി, ആ ജയശങ്കറിന്റെ ബൈറ്റ് ഒന്ന് പ്ലേ ചെയ്താൽ കൊള്ളാം. Because even at the start of the operation, we had sent a message to Pakistan saying we are striking at terrorist infrastructure. We are not striking at the military. So the military has an option of standing out and not interfering in this process. They chose not to take that good advice. ഇതാണ് കോൺഗ്രസും പ്രചരിപ്പിക്കുന്ന പിന്നെ ബൈറ്റ് ശ്രീ രാജു പി നായർ. ഇതിനുശേഷം PIB ഇതിലൊരു ക്ലാരിഫിക്കേഷൻ ഇറക്കി. അതിനുശേഷം ഈ പറഞ്ഞ കോൺഗ്രസിന്റെ ശശി തരൂർ അധ്യക്ഷനായിട്ടുള്ള പാർലമെന്ററി സമിതിയിൽ ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി ഇക്കാര്യം വിശദീകരിച്ചു. അപ്പൊ ഇതിൽ എവിടെയാണ് കൺഫ്യൂഷൻ? ഈ ഓപ്പറേഷൻ സിന്ദൂറിന്റെ തുടക്കത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ മിസൈൽ വിട്ട ഉടനെ അങ്ങനെയാണോ കോൺഗ്രസ് വിചാരിച്ചത്? അല്ല, അഭിലാഷിന് ഒന്നാമത്തെ ചോദ്യം, അഭിലാഷിന് കോൺഗ്രസ് പ്രചരിപ്പിക്കുന്ന ബൈറ്റ് എന്ന് പറയുമ്പോൾ ഇത് ഫേക്ക് ആണെന്ന് അഭിലാഷിന് അല്ലല്ല, ഇത് എസ് ജയശങ്കർ പറഞ്ഞാണ്. ഇത് ഇത് നിങ്ങളുടെ ട്വിറ്റർ ഹാൻഡിലുകളിലും ഉണ്ടല്ലോ എന്ന് പറഞ്ഞതാണ്. ഓക്കെ, അപ്പൊ പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയാം. At the start of the operation, we had sent a message to Pakistan saying we are striking at terrorist infrastructure. ഞങ്ങൾ ഓപ്പറേഷൻ തുടങ്ങുന്നതിന് മുമ്പ് പാകിസ്ഥാനിൽ ഞങ്ങൾ തെറ്റിദ്ധരിപ്പിക്കരുത്. ഓപ്പറേഷൻ തുടങ്ങുന്നതിന് മുമ്പല്ല, ബിഫോർ ദ ഓപ്പറേഷൻ അല്ല. ഞാൻ പറയട്ടെ എന്തായാലും അറ്റ് ദ സ്റ്റാർട്ട് ഓഫ് ദി ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ തുടങ്ങുന്നതിന് മുമ്പ് എന്നല്ല. ഓക്കേ, പറയൂ. ഞാൻ പറയട്ടെ. ബിഫോർ ദ ഓപ്പറേഷൻ. ഞാൻ ചോറാണ് തിന്നെങ്കിൽ എനിക്ക് ഇംഗ്ലീഷ് അറിയാം. ശരി, പറഞ്ഞോളൂ.
At the start of the operation, we had sent a message to Pakistan saying we are striking at the infrastructure. We are not striking at the military. ഞങ്ങൾ സൈനിക കേന്ദ്രത്തെ ആക്രമിക്കുന്നില്ല എന്ന് പറഞ്ഞു. So the military has an option of standing out. അപ്പൊ പാകിസ്ഥാന്റെ മിലിറ്ററിക്ക് മാറി നിൽക്കുന്നതിനുള്ള അവസരമുണ്ട് എന്ന് ഞങ്ങൾ പറഞ്ഞു. അപ്പോ ആക്രമണത്തിന് ശേഷമാണോ പറഞ്ഞത്? ആക്രമണത്തിന് മുമ്പ് ഞങ്ങൾ ആക്രമിക്കാൻ പോവുകയാണെന്നും പാകിസ്ഥാൻ മിലിറ്ററിക്ക് മാറി നിൽക്കാൻ അവസരമുണ്ടെന്ന് പറയുന്നു. അഭിലാഷ് ഇങ്ങനെ പെരും നുണകൾ ഇവിടെ നിന്ന് പറയാൻ ഓപ്പറേഷന് മുമ്പാണ് ഞങ്ങൾ ആക്രമിക്കാൻ പോവുകയാണ് എന്നൊക്കെ ഈ വാചകങ്ങളിൽ വാചകങ്ങൾ എവിടെയാ ഉള്ളത്? നുണ പറയാൻ വേണ്ടി അഭിലാഷിന്റെ സാമാന്യ ബുദ്ധി വെച്ച് അഭിലാഷ് ഒന്ന് പറ. ഞങ്ങൾ ആക്രമിക്കാൻ പോകുന്നു, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടപെടാതിരിക്കാം. ഞങ്ങൾ ആക്രമിക്കാൻ ഉപദേശം കൊടുത്തു. അല്ല, ഞങ്ങൾ ആക്രമിക്കാൻ അങ്ങനെ തന്നെയാണ് വാചകം. ഏത് ഇംഗ്ലീഷ് വിദഗ്ധരെ കൊണ്ടും അഭിലാഷ് നോക്കിയിട്ട് സ്റ്റോർ ചെയ്തോ? ഏത് ഇംഗ്ലീഷ് വിദഗ്ധരെ കൊണ്ട് സംസാരിക്കുന്നത് അഭിലാഷ് സ്റ്റോർ ചെയ്തോ? അല്ലെങ്കിൽ അഭിലാഷിന് ഇംഗ്ലീഷ് അറിയാൻ പാടുന്നത് പ്രേക്ഷകർ വിചാരിക്കും. അഭിലാഷിന് ഇംഗ്ലീഷ് അറിയാൻ പാടുന്നത് പ്രേക്ഷകർ വിചാരിക്കും. ഇല്ല, നുണയാണ്. At the start of the operation, ഓപ്പറേഷന്റെ തുടക്കത്തിൽ ഈ ആക്രമണത്തിന്റെ തുടക്കത്തിൽ അതിനുശേഷം അല്ല, ഇതിന് ശേഷം പച്ചക്കള്ളം ഇങ്ങനെ പറയാൻ വേണ്ടി കേന്ദ്രങ്ങളായിരുന്നു. ആ തീവ്രവാദ കേന്ദ്രങ്ങൾ അടിച്ചു തകർത്തതിനു ശേഷം DGMOമാർ കൃത്യമായിട്ട് വിശദീകരിച്ചതാണ്. നുണയാണ്, വിശദീകരിച്ചതാണ്. അവിടുത്തെ പാകിസ്ഥാനിലെ തീവ്രവാദ കേന്ദ്രങ്ങൾ തച്ചു തകർത്തതിനു ശേഷം നമ്മളൊരിക്കലും സൈനിക കേന്ദ്രങ്ങൾ നമ്മൾ ടാർഗറ്റ് ചെയ്തിരുന്നില്ല, ജനങ്ങളെ ടാർഗറ്റ് ചെയ്തിരുന്നില്ല. നമ്മുടെ തുടക്കത്തിലെ ഉദ്ദേശം എന്ന് പറയുന്നത് DGMOമാർ കൃത്യമായിട്ട് വിശദീകരിച്ചതാണ്. ഇന്ത്യൻ സൈന്യത്തിന്റെ തുടക്കത്തിലെ ഉദ്ദേശം എന്ന് പറയുന്നത് തീവ്രവാദ കേന്ദ്രങ്ങൾ ആക്രമിക്കുക എന്നുള്ളതാണ്. എന്തിനാണ് നുണ പറയുന്നത്? എന്തിനാണ് നുണ പറയുന്നത്? എന്തിനാണ് ഈ ചൈനയിൽ പോയിട്ട് ചൈനയുടെ മിസൈലിനെ കുറിച്ചിട്ട് പറയുന്നത്? ചൈനയിൽ പോയിട്ട് ചൈനയുടെ മിസൈലുകളെ കുറിച്ചിട്ട് പറയുന്ന രാഹുൽ ഗാന്ധിയാണ്. ഈ രാജ്യത്ത് ജനാധിപത്യമില്ലെന്ന് പറയുന്ന രാഷ്ട്രീയ ഒരു മിലിറ്ററി ഓപ്പറേഷനെ കുറിച്ച് ഇങ്ങനെയേ അല്ല തർക്കിക്കേണ്ടത്. വളരെ വളരെ ബാലിശമായ വാദങ്ങൾ ഉന്നയിച്ച് കോൺഗ്രസും BJPയും തർക്കുകയാണ്. കോൺഗ്രസിന്റെ അല്ല, ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിനെ മോർഫ് ചെയ്ത് പാകിസ്ഥാന്റെ സൈനിക മേധാവിയാക്കുന്നു BJP. വീണ റഫാൽ ജെറ്റുകളുടെ കണക്ക് വേണമെന്ന് പറയുന്നു കോൺഗ്രസ്. വളരെ 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 മോശമാണിത് എന്ന് മാത്രമേ പറയാൻ